നമുക്കറിയാം, കേരളത്തിൽ 26 ലക്ഷത്തോളം വരുന്ന ഈ പ്രവാസികളാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതും. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾ അവരുടെ സ്വാധീനത്തിലാണ് നിലനിന്ന് പോകുന്നത് എന്ന യാഥാർത്ഥ്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പ്രവാസികളായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പ്രവാസം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിലൊരു സംരംഭം ഉണ്ടാക്കാൻ ആവശ്യമായ ബാങ്കുകളെ ആശ്രയിക്കാതെ സ്വന്തമായി അല്പം ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സംരംഭം പച്ചപിടിപ്പിക്കണം എന്ന ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സംരംഭത്തെ വിജയിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ കേരളീയ സാഹചര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാതെ നമ്മുടെ നാട്ടിൽ സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു പരാജയമായിരിക്കും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.